ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മക്കയിലെ ഉന്നത കുടുംബമാണ് ഖുറൈശ്. ഖുറൈശികളിലെ പ്രമാണിയാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ 13 ആൺമക്കളിൽ ഒരാളാണ് അബ്ദുള്ള. സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരൻ. എപ്പോഴും പിതാവിനൊപ്പം തന്നെയുണ്ടാകും. കുടുംബത്തിലെന്ന പോലെ മക്കക്കാർക്കെല്ലാം പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അനാവശ്യങ്ങൾ ഉറഞ്ഞുതുള്ളിയ സമൂഹത്തിൽ അബ്ദുള്ള വേറിട്ട് നിന്നു. അന്ധവിശ്വാസങ്ങൾ അടക്കിവാണ കാലം. പക്ഷേ അദ്ദേഹത്തിനധന്യമായിരുന്നു. ന്യായമായും മക്കയിലെ തരുണികൾ ഈ യുവാവിനെ ആഗ്രഹിച്ചു. ചിലർ ആഗ്രഹം അറിയിച്ചു, മറ്റു ചിലർ നേരിട്ടു തന്നെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അബ്ദുള്ള അതൊന്നും അനുകൂലിച്ചില്ല. മോഹന വാഗ്ദാനങ്ങളോടെ ചില കുലീന വനിതകൾ അഭിലാഷം പങ്കുവച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. നാട്ടുനടപ്പു പ്രകാരം അബ്ദുള്ളയ്ക്ക് വിവാഹപ്രായമായപ്പോൾ കുടുംബക്കാരും വിവാഹാന്വേഷണങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങി. അതാ നല്ല ഒരു അന്വേഷണം. കുലീനനായ വഹബിൻ്റെ മകൾ ആമിന. കുടുംബക്കാർക്ക് നന്നേ ബോധിച്ചു. എന്തുകൊണ്ട് അബ്ദുള്ളയ്ക്ക് യോജിച്ച ഒരു പെൺകുട്ടി, എന്തുകൊണ്ടും അബ്ദുള്ളയ്ക്ക് യോജിച്ച ഒരു പെൺകുട്ടി. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ പരസ്പരം സമ്മതമായി. ശ്രദ്ധേയമായ ഒരു വിവാഹം. നടപ്പുരീതികളിൽ നിന്ന് വിഭിന്നമായി പ്രൗഢമായിരുന്ന സദസ്സ്. വാദ്യമേളങ്ങളോ ആരവങ്ങളോ ഉണ്ടായിരുന്നില്ല. വധൂവരന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രമുഖർ ഒത്തുകൂടി പരസ്പരം ആദര ബഹുമാനങ്ങൾ പങ്കുവച്ചു. വിവാഹ ഉടമ്പടി പൂർത്തിയായി. അബ്ദുള്ള ആമിന ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം മക്കക്കാർക്ക് കൗതുകം പകർന്നു. ഇണക്കുരുവികളുടെ ഒത്തൊരുമ ആരെയും അസൂയപ്പെടുത്തി. ദമ്പതികളുടെ ജീവിത വല്ലരിയിൽ മധു നിറഞ്ഞു. ആമിന ഗർഭവതിയായി. അപ്പോഴേക്കും മക്കയിൽ നിന്ന് കച്ചവട സംഘം പുറപ്പെടാനുള്ള നാളുകളായി. ഭാര്യയെ തനിച്ചാക്കി അബ്ദുള്ളയും വ്യാപാര സംഘത്തിൽ അംഗം ചേർന്നു. വിധിക്ക് ചില നിർണയങ്ങളുണ്ട്. വിധിക്കുന്നവന് അതിൽ പരമാധികാരവും ലക്ഷ്യങ്ങളുമുണ്ട്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല തന്നെ. അതെ, മടക്കയാത്രയിൽ മദീനയിൽ, അന്നത്തെ യസ്രിബ് എന്നറിയപ്പെടുന്ന മദീനയിൽ വെച്ച് അബ്ദുള്ള രോഗഗ്രസ്തനായി. തുടർന്ന് പരലോകം പ്രാപിച്ചു. വിവരമറിഞ്ഞ പത്നി ദുഃഖം കടിച്ചിറക്കി വിധിയോട് പൊരുത്തപ്പെട്ടു. ഒപ്പം സ്നേഹഭാജനം സമ്മാനിച്ച ഗർഭത്തെ പരിപാലിച്ചു കാത്തിരുന്നു. AD 571 ഏപ്രിൽ 20 തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 പ്രഭാതത്തിൽ ആമിന ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അതായിരുന്നു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൻ്റെ കൺമുന്നിലേക്ക് കടന്നുവന്ന തിരുജന്മം. മക്ക പണ്ടുമുതലേ പട്ടണപ്രദേശമാണ്. പട്ടണത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുലയൂട്ടാൻ ഗ്രാമത്തിലേക്ക് അയക്കും. അത് അന്നാട്ടിലെ സമ്പ്രദായമായിരുന്നു. ശുദ്ധവായു ലഭിക്കാനും പകർച്ചവ്യാധികളും മറ്റും വരാതിരിക്കാനും അതുപകരിക്കുമായിരുന്നു. മരുഭൂമിയിലെ ജീവിതം കുട്ടികൾക്കൊരുപാട് നന്മകൾക്ക് അവസരമൊരുക്കുന്നതായിരുന്നു. കുട്ടികളെ ഇണക്കിപ്പോറ്റുന്നതിൽ ചില കുടുംബങ്ങൾക്ക് പ്രത്യേക മികവുണ്ടായിരുന്നു. അതിൽ പ്രസിദ്ധമാണ് ബനു സഅദ് ഗോത്രം. മക്കയുടെ തെക്കു കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന ഹവാസിൻ കുലത്തിൻ്റെ ഭാഗമായിരുന്നു അവർ. മഹദി ആമിനയും മകനെ മുലയൂട്ടാൻ ബനു സഅദ് ഗോത്രത്തെ ആഗ്രഹിച്ചു. പോറ്റുമ്മമാർ മക്കളെ തേടി മക്കയിൽ വരുന്നതും കാത്തു കഴിഞ്ഞു. അധികം വൈകിയില്ല. സംഘങ്ങൾ വന്നു തുടങ്ങി. കൂട്ടത്തിൽ അബൂ ദുഐബിൻ്റെ മകൾ ഹലീമയും ഉണ്ടായിരുന്നു. ഒപ്പം ഭർത്താവ് ഹാരിസും മുലകുടിപ്രായത്തിലുള്ള മകൻ അബ്ദുള്ളയും ലംറത്ത് എന്നറിയപ്പെടുന്ന കുട്ടിയും ഉണ്ടായിരുന്നു. ഹലീമയുടെ ഓർമ്മകൾ ചരിത്രത്തിൻ്റെ ഭാഗമായി ഉജ്ജ്വലമായി അതടയാളപ്പെട്ടു. മഹദി വിവരിക്കുന്നു, ഒരു വരൾച്ചക്കാലം.
ഞങ്ങളുടെ ജീവിത വിഭവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എത്രയും വേഗം മക്കയിലേക്ക് പോകണം. മുലയൂട്ടാൻ ഒരു കുട്ടിയെ ലഭിക്കണം. അതുവഴി കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താം. ചാരനിറമുള്ള ഒരു പെൺകഴുതയും കറവ ഒരൊട്ടകവുമാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ മുലയിൽ പാലില്ലാത്ത കാരണം കുഞ്ഞുമോൻ നിർത്താതെ കരയുകയാണ്. ഏതായാലും മക്കയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങളെപ്പോലെയുള്ളൊരു സംഘത്തോടൊപ്പമാണ് യാത്ര തിരിച്ചത്. വേച്ചു നടക്കുന്ന എൻ്റെ വാഹനത്തെ കാത്ത് കൂട്ടുകാരികൾ കുഴങ്ങി. ഒരു മഴ ലഭിച്ചെങ്കിൽ എന്ന് ഏറെ ആഗ്രഹിച്ചു. പക്ഷേ മക്കയെത്തും വരെ ലഭിച്ചതേയില്ല. എല്ലാവരും കുട്ടികളെ തേടി ഇറങ്ങി. ആമിന ബീവിയുടെ വീട്ടിലും എത്തി. പിതാവ് മരണപ്പെട്ടതിനാൽ കുട്ടിയെ ഏറ്റെടുക്കാൻ പലരും താൽപ്പര്യം കാണിച്ചില്ല. കുട്ടിയുടെ പിതാവിൽ നിന്നുള്ള പാരിതോഷികങ്ങളാണല്ലോ പോറ്റുമ്മമാരുടെ പ്രതീക്ഷ. നേരിട്ട് കൂലി വാങ്ങുന്ന ഒരു ജോലിയായിരുന്നില്ല മുലയൂട്ടൽ. മറിച്ച് ദീർഘദൂര ഭാവിയിലുമുള്ള ഒരു ബന്ധവും അനുബന്ധമായി ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമായിരുന്നു. ഒപ്പം ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗവും കൂടിയായിരുന്നു അത്. ഒരു ഗ്രാമീണ കുടുംബവും ഒരു പട്ടണവാസിയും തമ്മിലുള്ള ബന്ധത്തിന് ഏറെ മാനങ്ങളുണ്ടായിരുന്നു. പരസ്പരമുള്ള ആവശ്യങ്ങൾ നിർവഹിച്ചിരുന്നു. ഒരു അനാഥ ബാലനെ ഏറ്റെടുക്കുന്നതിൽ വൈമനസ്യം വന്നതിവിടെയാണ്. ഞാനേതായാലും കുഞ്ഞിനെയൊന്ന് കാണാമെന്ന് വെച്ചു. മറ്റുള്ളവർ അതിനകം കുട്ടികളെയുമായി മക്ക വിടാൻ റെഡിയായിരുന്നു. ആമിനയുടെ അരുമ മകൻ്റെ അടുത്ത് ഞാനെത്തി. ഈ മോനെ നമുക്ക് കൊണ്ടുപോകാം. ദൈവം അതുവഴി നമ്മെ അനുഗ്രഹിച്ചേക്കും. ഭർത്താവും സമ്മതം നൽകി. കുഞ്ഞിനെ എടുത്ത് മാറോട് ചേർത്തതേ ഉള്ളൂ. മാറിൽ പാല് നിറഞ്ഞു. എൻ്റെ മോനും പോറ്റുമോനും വയറ് നിറയെ മുല കുടിച്ചു. എന്തൊരത്ഭുതം! ഒട്ടകത്തിൻ്റെ അകിടും നിറഞ്ഞിരിക്കുന്നു. കഴുതയും ആരോഗ്യത്തോടെ തുള്ളിച്ചാടുന്നു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, നീ തെരഞ്ഞെടുത്ത കുഞ്ഞൊരനുഗ്രഹം തന്നെയാണല്ലോ. അതെ, ഞാനും പ്രതീക്ഷിച്ചത് അതുമാത്രം. ഞാൻ പ്രതികരിച്ചു. ഞങ്ങൾ ഗ്രാമത്തിലേക്കു മടങ്ങി. ഞാനും പുതിയ കുട്ടിയും കഴുതപ്പുറത്തു കയറി. വാഹനത്തിന് നവോന്മേഷം കൈവന്നിരിക്കുന്നു. അതിവേഗം സഞ്ചരിക്കാൻ തുടങ്ങി. കൂട്ടുകാരികളെല്ലാം പിന്നിലായി. അവർ ഞങ്ങളോട് കാത്തു നിൽക്കാൻ പറഞ്ഞു. ഇതെന്തൊരത്ഭുതം! ഹലീമ വലിയ ഭാഗ്യം ചെയ്തവളാണ്. കൂട്ടുകാരികൾ പറയാൻ തുടങ്ങി. അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് യാത്രയാരംഭിച്ചു കഴിഞ്ഞു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.